ഓം ശാന്തി. ഇന്നത്തെ മുരളിയുടെ ചർച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ തീയതി 18/4/2026. ബാബയുടെ മുരളി ചർച്ച ചെയ്യാം. നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതായത്, നമ്മളൊരു പുതിയ വണ്ടി ഷോറൂമിൽ നിന്ന് പുറത്തിറക്കുമ്പോൾ അതിന് യാതൊരു തകരാറുമുണ്ടാകില്ല, അല്ലേ? അതെ, നല്ല സ്മൂത്ത് ആയിരിക്കും. കൃത്യമായി പറഞ്ഞാൽ ഭയങ്കര സ്മൂത്തായിരിക്കും. അതിന്റെ ശബ്ദവും പ്രവർത്തനവും ഒക്കെ വളരെ മികച്ചതായിരിക്കും. പക്ഷെ കുറച്ചു വർഷങ്ങൾ കഴിയുമ്പോഴോ അതിന് പതിയെ തുരുമ്പെടുക്കാൻ തുടങ്ങും. ശരിയാ. ഇടയ്ക്കിടെ കേടുപാടുകൾ സംഭവിക്കും. നമ്മുടെ ഈ ഭൂമിക്കും, എന്തിനേറെ പറയുന്നു നമ്മുടെ സ്വന്തം ആത്മാവിനും ഇതേ അവസ്ഥയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ശരിക്കും കേൾക്കുന്നവർക്ക് അതൊരു വലിയ അത്ഭുതമായിരിക്കും. അതെ. സാധാരണയായി നമ്മൾ സ്കൂളുകളിലോ കോളേജുകളിലോ ഒക്കെ പോകുമ്പോൾ പഠിക്കുന്നത് ചരിത്രമോ സയൻസോ ഒക്കെയാണല്ലോ. അതൊക്കെ നമുക്ക് ഈ ലോകത്തൊരു ജോലി കിട്ടാനും ജീവിക്കാനും ആവശ്യമാണ്. എന്നാൽ മനുഷ്യനെ ഒരു ദേവതയാക്കി മാറ്റുന്ന ആ ഒരു പഴയ ഷോറൂം കണ്ടീഷൻ തിരിച്ചു കൊണ്ടുവരുന്ന അത്രയും ആഴത്തിലുള്ളൊരു പഠനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശകലനം ചെയ്യാൻ പോകുന്നത്. തീർച്ചയായും. ഭഗവാൻ അല്ലെങ്കിൽ ബാബ പറയുന്നു എന്ന് പറയുന്ന ഈ സന്ദേശങ്ങളുടെ യഥാർത്ഥ പൊരുൾ എന്താണെന്ന് നമുക്കിന്ന് ഒരുമിച്ച് കണ്ടെത്താം. ഈയൊരു ആന്തരിക യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതൊരു കുറേ വിവരങ്ങൾ മനഃപ്പാടമാക്കുന്ന പരിപാടിയല്ല. അതെ അതെ. നമ്മളെ കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ തന്നെ ജീവിതവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തുമ്പോഴാണ് ഈ അറിവിനെ ശരിക്കും ജീവൻ വയ്ക്കുന്നത്. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയങ്ങൾ കേൾക്കുമ്പോൾ ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെയോ വിശ്വാസത്തിന്റെയോ കാര്യമാണെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം. അങ്ങനെ തോന്നാൻ സാധ്യതയുണ്ട്. എന്നാൽ അങ്ങനെയല്ല. ഇത് മനുഷ്യന്റെ ബോധമണ്ഡലത്തെക്കുറിച്ചുള്ള, അതായത് ആത്മാവിന്റെ യാത്രയെക്കുറിച്ചുള്ള വളരെ ശാസ്ത്രീയമായ ഒരു അന്വേഷണമാണ്. ശരിയാ. അപ്പോൾ നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്ന കാര്യം തന്നെ വളരെ അടിസ്ഥാനപരമായ ഒന്നാണ്. ഈ ഓം ശാന്തി എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ. ഇതിന്റെ അർത്ഥം വളരെ ലളിതമാണ്. ഓം എന്നാൽ ഞാൻ ആത്മാവാണ്, ഈ കാണുന്ന ശരീരം എന്റേതാണ്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നേരത്തെ പറഞ്ഞ ആ ഡ്രൈവറെയും വണ്ടിയെയും കുറിച്ചാണ്. വണ്ടി ഓടിക്കുന്ന ആളല്ലല്ലോ വണ്ടി. അല്ല, രണ്ടും രണ്ടാണല്ലോ. അതെ, ഡ്രൈവർ വേറെയാണ്, വാഹനം വേറെയാണ്. ഡ്രൈവർ ഇല്ലാതെ വണ്ടിക്ക് അനങ്ങാൻ കഴിയില്ല. ശരീരത്തിന് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ, ഉദാഹരണത്തിന് വണ്ടിക്കൊരു പോറലേൽക്കുമ്പോൾ, ആ പോറൽ ഡ്രൈവറുടെ ശരീരത്തിലല്ല ഉണ്ടാകുന്നത്. ശരിയാ. പക്ഷേ ഡ്രൈവർക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. സമാനമായ രീതിയിലാണ് ആത്മാവും ശരീരവും തമ്മിലുള്ള ബന്ധവും. ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ നമ്മൾ എന്തിനാണ് ഇത്രയധികം ബുദ്ധിമുട്ടുന്നത്? അത് ശരിയാണ്. ആത്മാവ് എന്ന് പറയുന്നത് അവിനാശിയായ ഒരു ഊർജമാണ്. സത്യയുഗത്തിൽ, അതായത് മനുഷ്യന്റെ ഏറ്റവും ആദ്യത്തെ അവസ്ഥയിൽ, ഈ ആത്മാവ് തികച്ചും സദോപ്രധാനമായിരുന്നു. സദോപ്രധാനം എന്നുവെച്ചാൽ? സദോപ്രധാനം എന്നുവെച്ചാൽ യാതൊരു മാലിന്യങ്ങളുമില്ലാത്ത, വളരെ ശുദ്ധമായ പോസിറ്റീവ് എനർജി മാത്രം നിറഞ്ഞ അവസ്ഥ. എന്നാൽ കാലക്രമേണ നമ്മൾ കൂടുതൽ കൂടുതൽ ശരീരബോധത്തിലേക്ക് ചുരുങ്ങിയപ്പോൾ ആത്മാവിന്റെ ആ യഥാർത്ഥ ഊർജം അങ്ങ് ചോർന്നു പോകാൻ തുടങ്ങി. ഇവിടെയാണ് ഈ പഠനത്തിന്റെ പ്രസക്തി. ആരാണ് നമ്മളെ ഈ നഷ്ടപ്പെട്ട ഊർജം വീണ്ടെടുക്കാൻ സഹായിക്കുന്നത്, ആരാണ് ഈ അറിവ് നൽകുന്നത് എന്ന ചോദ്യം വളരെ നിർണായകമാകുന്നു. ഒരു മിനിറ്റ്, എനിക്കതൊന്ന് വ്യക്തമാകാൻ വേണ്ടി ചോദിക്കുകയാണ്. ബാബ അല്ലെങ്കിൽ പരമപിതാ പരമാത്മാവ് ഒരു സാധാരണ മനുഷ്യനെ പോലെ ഗർഭത്തിൽ ജനിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അതെ, ജനിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ സ്വന്തമായി ശരീരമില്ലാത്ത ഒരാൾ എങ്ങനെയാണ് മനുഷ്യരുമായി ആശയവിനിമയം നടത്തുന്നത്? അദ്ദേഹം എങ്ങനെയാണ് നമ്മളെ ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്? ഇതൊരു സാങ്കല്പികമായ ആശയമല്ലേ എന്ന് കേൾക്കുന്നവർക്ക് തോന്നില്ലേ? അതൊരു വളരെ സ്വാഭാവികമായ സംശയമാണ് കേട്ടോ. ഇതിന്റെ പിന്നിലെ യുക്തി നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. പരമാത്മാവ് അഥവാ ശിവൻ നിരാകാരനാണ്. അദ്ദേഹത്തിന് നമ്മുടേതുപോലെ ജനനമരണങ്ങൾക്ക് വിധേയമാകുന്ന ഒരു ഭൗതിക ശരീരമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ശിവരാത്രിയൊക്കെ ആഘോഷിക്കുമ്പോൾ അതൊരു നിരാകാരനായ ശക്തിയുടെ രാത്രിയായി സങ്കല്പിക്കുന്നത്. ശരിയാ. സ്വന്തമായി ശരീരമില്ലാത്തതുകൊണ്ട് മനുഷ്യർക്ക് ജ്ഞാനം നൽകാൻ അദ്ദേഹം ഒരു മാധ്യമത്തെ ഉപയോഗിക്കുന്നു. അതാണ് പ്രജാപിതാ ബ്രഹ്മാവ്. ബ്രഹ്മാവിന്റെ ശരീരത്തിൽ പ്രവേശിച്ചാണ് ഈ ജ്ഞാനം നൽകുന്നത്. ഇത് കുറച്ചുകൂടെ വ്യക്തമാക്കാൻ ഇന്നത്തെ മുരളിയിൽ ബാബ ക്രിസ്തുവിന്റെ വളരെ ചിന്തിപ്പിക്കുന്നൊരു ഉദാഹരണം പറയുന്നുണ്ട്. ക്രിസ്തുവിന്റെ ഉദാഹരണമോ? അതായത് ആ കുരിശിലേറ്റപ്പെടുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണോ? കൃത്യമായി പറഞ്ഞാൽ അതുതന്നെയാണ്. ഈ ക്രിസ്തുവിന്റെ ആത്മാവ് ധർമ്മം സ്ഥാപിക്കാൻ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ആ ആത്മാവ് തികച്ചും സദോപ്രധാനമാണ്.
അതായത് വളരെ ശുദ്ധമാണ് അല്ലേ? അതെ, പൂർണ്ണമായും ശുദ്ധമാണ്. നിയമപ്രകാരം നോക്കുകയാണെങ്കിൽ കർമ്മബന്ധങ്ങളില്ലാത്ത ശുദ്ധമായ ആത്മാക്കൾക്ക് ഒരിക്കലും ശിക്ഷയോ ദുഃഖമോ അനുഭവിക്കാൻ കഴിയില്ല. അപ്പോ പിന്നെ അപ്പോൾ ക്രിസ്തുവിനെ കുരിശിലേറുമ്പോൾ യഥാർത്ഥത്തിൽ ദുഃഖമനുഭവിക്കുന്നത് ആരാണ്? ആ ശുദ്ധമായ ആത്മാവ് പ്രവേശിച്ച ശരീരത്തിനാണ്, അല്ലെങ്കിൽ ആ ശരീരവുമായി ബന്ധപ്പെട്ട മനുഷ്യബോധത്തിനാണ് ആ വേദന അനുഭവപ്പെടുന്നത്. ഓ, അപ്പൊ ആത്മാവിനല്ല വേദനിക്കുന്നത്. അതെ, സമാനമായൊരു പ്രക്രിയയാണ് പരമാത്മാവിന്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. ശിവബാബ സദാ സുഖവും ശാന്തിയുമുള്ളവനാണ്. അദ്ദേഹം എപ്പോഴും സതോപ്രധാനമാണ്. അദ്ദേഹം മനുഷ്യരെപ്പോലെ ദുഃഖങ്ങൾ അനുഭവിക്കുന്നില്ല. ുമ്പോൾ എന്തെങ്കിലും ശാരീരികമായ ബുദ്ധിമുട്ടുകളോ സമൂഹത്തിൽ നിന്നുള്ള എതിർപ്പുകളോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതനുഭവിക്കുന്നത് ബ്രഹ്മാവിന്റെ ആത്മാവാണ്, അഥവാ ദാതയാണ്, അല്ലാതെ നിരാകാരനായ പരമാത്മാവല്ല. ഹോ, ഈ ഒരു കാഴ്ചപ്പാട് നമ്മൾ സാധാരണ ചിന്തിക്കുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് കേട്ടോ. അപ്പോൾ വേദനകളും ബുദ്ധിമുട്ടുകളുമൊക്കെ അനുഭവിക്കുന്നത് ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പഴയ കർമ്മങ്ങൾ വഴിയാണ്. തീർച്ചയായും. സദാ പവിത്രമായ പരമമായ ഊർജത്തിന് അതൊന്നും ഏൽക്കുന്നില്ല. ആ ശുദ്ധമായ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം നമ്മളെ ഈ ഉന്നതമായ പാഠങ്ങൾ പഠിപ്പിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ആത്മാവിന്റെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച് എനിക്കൊരു വലിയ ചിത്രം ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ ലോകത്തിന് കാലക്രമേണ എന്ത് സംഭവിച്ചു എന്ന് നോക്കുമ്പോഴാണ് എനിക്ക് ശരിക്കും അത്ഭുതം തോന്നുന്നത്. ബാബയുടെ വാക്കുകളില് ഈ ലോകം ഒരു സമയത്ത് സ്വർണത്തെപ്പോലെ സതോപ്രധാനമായിരുന്നു, പൂർണ്ണമായും ശുദ്ധം. അതെ. എന്നാൽ ഇപ്പോൾ അത് ഇരുമ്പുയുഗത്തിൽ, അതായത് കലിയുഗത്തിൽ തമോപ്രധാനമായി മാറിയിരിക്കുന്നു. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? സ്വർണം എങ്ങനെയാണ് ഇരുമ്പായി മാറുന്നത്? സ്വർണത്തിൽ ഒറ്റയടിക്ക് തുരുമ്പ് പിടിക്കുന്നതുപോലെയല്ല ഇത് സംഭവിക്കുന്നത്. ഇതൊരു വളരെ സാവധാനത്തിലുള്ള എന്നാൽ സ്വാഭാവികമായ പ്രക്രിയയാണ്. നമ്മുടെ കയ്യിലുള്ളൊരു സ്മാർട്ട് ഫോണിന്റെ കാര്യം തന്നെ എടുക്കാം. അത് നല്ലൊരു ഉദാഹരണമാണ്. രാവിലെ അത് 100% ചാർജുള്ള അവസ്ഥയിലായിരിക്കുമല്ലോ. അതാണ് സത്യയുഗത്തിലെ ആത്മാവിന്റെ അവസ്ഥ, പൂർണ്ണമായ ഊർജം. എന്നാൽ നമ്മളത് ഉപയോഗിക്കാൻ തുടങ്ങുന്നു, ബാക്ക്ഗ്രൗണ്ടിൽ പല ആപ്പുകളും പ്രവർത്തിക്കുന്നു, സാവധാനം അതിന്റെ ചാർജ് കുറഞ്ഞു വരുന്നു. ചാർജ് തീരും. അതെ, ഓരോ തവണ നമ്മൾ പുനർജന്മം എടുക്കുമ്പോഴും ഈ ശരീരം മാത്രമാണ് ഞാൻ എന്ന ചിന്ത, അതായത് ആ ബോഡി കോൺഷ്യസ്നസ് കൂടുമ്പോഴും ആത്മാവിന്റെ യഥാർത്ഥ ഊർജം ചോർന്നു പോകുന്നു. കുട്ടി ജനിക്കുമ്പോൾ പുതിയതാണ്, പിന്നെ യുവാവാകുന്നു, ഒടുവിൽ വൃദ്ധനാകുന്നു. ശരിയാ, അതൊരു പ്രകൃതി നിയമമാണല്ലോ. അതുപോലെ ഈ പ്രപഞ്ചവും ആദ്യം സ്വർണിമമായിരുന്നു, ഊർജ്ജസ്വലമായിരുന്നു. പിന്നീടത് തമോപ്രധാനമായ ഇരുമ്പായി മാറി. അപ്പോൾ നമ്മളും ദുഃഖിതരായി. അപ്പൊ നമ്മളിപ്പോൾ ജീവിക്കുന്നത് ആ ബാറ്ററി വെറും 1% നിൽക്കുന്ന, എപ്പോൾ വേണമെങ്കിലും ഓഫാകാൻ സാധ്യതയുള്ളൊരവസ്ഥയിലാണല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതെ. അപ്പൊ ഇതിനെ വെറുമൊരു തത്വശാസ്ത്രമായി മാത്രം കാണാൻ കഴിയില്ല. ഒരിക്കലുമില്ല. ഇത് ഈ ഭൂമിയുടെ ആത്മീയ ചരിത്രവും ഭൂമിശാസ്ത്രവുമാണ്. നമ്മൾ കേവലം കഥകളായി കേട്ടിട്ടുള്ള സ്വർഗമെന്ന് പറയുന്നത് ആകാശത്തുള്ള ഒരു സ്ഥലമല്ല, മറിച്ച് ഈ ഭൂമിയിൽ തന്നെ മുൻപ് നിലനിന്നിരുന്ന ഒരവസ്ഥയാണ്. ക്രിസ്തുവിന് 3000 വർഷം മുമ്പ് ഭാരതം സ്വർഗമായിരുന്നു, അഥവാ സതോപ്രധാനമായിരുന്നു എന്നാണിതിൽ പറയുന്നത്. അന്ന് രാമരാജ്യമായിരുന്നു. രാമരാജ്യമെന്ന് വെച്ചാല്? രാമരാജ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായും ധർമ്മത്തിലധിഷ്ഠിതമായ ഒരു ലോകമെന്നാണ്. എന്നാൽ ഇന്നത് രാവണരാജ്യമായി, അതായത് വികാരങ്ങളുടെയും സ്വാർത്ഥതയുടെയും ലോകമായി മാറി. സത്യയുഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൗതുകകരമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്താണത്? ആ കാലഘട്ടത്തിൽ രാജാക്കന്മാർക്ക് മന്ത്രിമാരുടെ ആവശ്യമില്ലായിരുന്നു എന്നാണ് പറയുന്നത്. മന്ത്രിമാരില്ലാത്ത രാജ്യമോ? അതൽപ്പം അതിശയോക്തിയല്ലേ? ഭരണകാര്യങ്ങൾ നോക്കാൻ, രാജാവിന് ഉപദേശം കൊടുക്കാൻ ആരെങ്കിലും വേണ്ടേ? ഒരു സിസ്റ്റം എങ്ങനെയാണ് ഉപദേശകരില്ലാതെ പ്രവർത്തിക്കുക? ഈ ചോദ്യം വരുന്നത് ഇന്നത്തെ നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങളെ അടിസ്ഥാനമാക്കി ചിന്തിക്കുന്നതുകൊണ്ടാണ്. സത്യയുഗത്തിൽ മഹാരാജാവിനും മഹാറാണിക്കും സ്വയം അധികാരമുണ്ടായിരുന്നു. അതിനെ സെൽഫ് സോവറിനിറ്റി അഥവാ സ്വയംഭരണം എന്ന് വിളിക്കാം. അതായത് അവർ തന്നെ എല്ലാം തീരുമാനിക്കും. അതെ, അവർ തികച്ചും സ്വയം പര്യാപ്തരായിരുന്നു. ഒരാൾ തന്റെ സ്വന്തം മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും പൂർണ്ണമായും നിയന്ത്രിക്കാൻ പ്രാപ്തരാകുമ്പോൾ അവർക്ക് മറ്റൊരാളുടെ ഉപദേശത്തിന്റെ ആവശ്യമില്ല. അവരുടെ ഓരോ തീരുമാനവും കൃത്യമായിരിക്കും. മനസ്സിലായി. എന്നാൽ മനുഷ്യർ തമോപ്രധാനമായി മാറുമ്പോൾ, അഥവാ വികാരിയായി മാറുമ്പോഴാണ് അവർക്ക് തങ്ങളുടെ ഉള്ളിലെ കഴിവുകളിൽ വിശ്വാസം നഷ്ടപ്പെടുന്നത്.
അപ്പോഴാണ് അവർക്ക് മന്ത്രിമാരുടെ, അതായത് മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങളുടെ ആവശ്യം വരുന്നത്. സ്വർണത്തിൽ നിന്ന് ഇരുമ്പിലേക്കുള്ള ഈ വലിയ മാറ്റം സംഭവിക്കുന്നത് 5000 വർഷം കൊണ്ടുള്ള ഒരു കൽപ്പത്തിലാണ്. ഈ സൈക്കിൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ വലിയൊരു പ്രതീക്ഷയാണ് തോന്നുന്നത്. കാരണം ഒരു സൈക്കിളാകുമ്പോൾ ഈ ഇരുമ്പ് യുഗം കഴിഞ്ഞാൽ വീണ്ടും സ്വർണ്ണയുഗം വരണമല്ലോ. തീർച്ചയായും വരും. അപ്പോൾ ഈ പഴയ ഇരുമ്പ് യുഗത്തിൽ നിന്ന് വീണ്ടും ആ സ്വർണ്ണയുഗത്തിലേക്ക്, അതായത് ഫുൾ ചാർജുള്ള ബാറ്ററിയിലേക്ക് എങ്ങനെ തിരിച്ചുപോകാം എന്നതാണല്ലോ നമ്മുടെ മുന്നിലുള്ള വലിയ ചോദ്യം. അതെ. ഞങ്ങളെ കീഴടക്കി പവിത്രത പാലിക്കണമെന്ന്. വികാരിയായ ലോകത്തെ നിർവികാരിയാക്കി മാറ്റണം. ഇവിടെ ഞാനൊരു ഇടപെടൽ നടത്തുകയാണ്. കാരണം ഇത് കേൾക്കുന്ന ആർക്കായാലും ഈ സംശയം വരും. എന്താണ്? സത്യയുഗം പൂർണ്ണമായും നിർവികാരിയായ ലോകമാണെങ്കിൽ, അവിടെ കാമമോ മറ്റ് ശാരീരിക വികാരങ്ങളോ ഇല്ലെങ്കിൽ, പിന്നെ അവിടെ എങ്ങനെയാണ് കുട്ടികൾ ജനിക്കുന്നത്? ഇതെന്താ വല്ല മാജിക്കാണോ? ഇതാണ് ഭൂരിഭാഗം പേർക്ക് മനസ്സിലാക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. ഇതിന് നൽകുന്ന വിശദീകരണം വളരെ ആഴത്തിലുള്ളതാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഈ 5000 വർഷത്തെ ചക്രത്തിലെ അവസാനത്തെ ജന്മങ്ങളിലാണ്. ഓക്കേ. ഈ മൃത്യുലോകം, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന ഈ കലിയുഗം അവസാനിക്കാൻ പോവുകയാണ്. ഇതിനുശേഷം വികാരികളായ മനുഷ്യർ ഉണ്ടാകില്ല. സത്യയുഗത്തിൽ ജനനം സംഭവിക്കുന്നത് കാമത്തിലൂടെയോ ശാരീരികമായ ആകർഷണത്തിലൂടെയോ അല്ല, മറിച്ച് യോഗബലത്തിലൂടെയാണ്. യോഗബലം, അതായത്? യോഗബലം എന്നതുകൊണ്ടിവിടെ അർത്ഥമാക്കുന്നത് ഉയർന്ന തലത്തിലുള്ള ആത്മീയബോധമാണ്. അതായത് അവിടെയുള്ള ആത്മാക്കൾക്ക് തങ്ങളുടെ ശരീരത്തെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും പൂർണ്ണമായ അറിവുണ്ട്. കർമ്മബന്ധങ്ങളില്ലാത്ത തികച്ചും പവിത്രമായ ഒരു പ്രക്രിയയിലൂടെയാണ് അവിടെ പുതിയ ആത്മാക്കൾ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ ബാബ 2 വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. സത്യയുഗത്തിൽ കുട്ടികൾ ജനിക്കുന്നത് ഗർഭകൊട്ടാരത്തിലാണ്. ഗർഭകൊട്ടാരം, അതെന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? ഗർഭം എങ്ങനെയാണ് ഒരു കൊട്ടാരമാകുന്നത്? വളരെ നല്ല ചോദ്യം. ഒരു കൊട്ടാരത്തിൽ ഒരാൾ എങ്ങനെയായിരിക്കും ജീവിക്കുന്നത്? എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി, യാതൊരു ദുഃഖവുമില്ലാതെ, രാജകീയമായിട്ടായിരിക്കുമല്ലേ? അതെ, ഭയങ്കര സുഖായിരിക്കും. സത്യയുഗത്തിൽ വരുന്ന ആത്മാക്കൾക്ക് കഴിഞ്ഞ ജന്മങ്ങളിലെ പാപങ്ങളുടെ യാതൊരു ഭാരവുമില്ല. അതുകൊണ്ടവർ ഗർഭത്തിലായിരിക്കുമ്പോൾ യാതൊരുവിധ വേദനയോ ബുദ്ധിമുട്ടുകളോ അനുഭവിക്കുന്നില്ല. അവരൊരു പുതിയ രാജ്യം അവകാശമാക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു രാജകുമാരനെയോ രാജകുമാരിയെയോ പോലെയാണ്. എന്നാൽ രാവണരാജ്യമായ ഇന്നത്തെ കലിയുഗത്തിൽ നമ്മൾ ജനിക്കുന്നത് ഗർഭജയിലിലാണ്. ജയിലെന്ന് പറയുന്നത് ശിക്ഷ അനുഭവിക്കുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ നമ്മൾ ഭൂതകാലത്തിലെ കർമ്മങ്ങളുടെ ശിക്ഷയാണോ ഗർഭത്തിൽ അനുഭവിക്കുന്നത്? കൃത്യമായി പറഞ്ഞാൽ അതെ. കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്തു കൂട്ടിയ പാപകർമ്മങ്ങളുടെ അഥവാ വികർമ്മങ്ങളുടെ ഭാരവുമാണ് ഒരു ആത്മാവ് കലിയുഗത്തിൽ ഗർഭത്തിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഗർഭപാത്രം ഒരു ജയിൽ പോലെ അനുഭവപ്പെടുന്നത്. ഓ, അങ്ങനെയാണല്ലേ. അവിടെ ആത്മാവിന് ശ്വാസം മുട്ടലും ദുഃഖവും അനുഭവപ്പെടുന്നു. മുരളിയിൽ പറയുന്നുണ്ട്, ഗർഭത്തിൽ കിടക്കുമ്പോൾ ആത്മാവ് പ്രതിജ്ഞ ചെയ്യും, ഇനി പുറത്തു വന്നാൽ പാപങ്ങളൊന്നും ചെയ്യില്ല, ദൈവത്തെ എപ്പോഴും ഓർമ്മിക്കുമെന്ന്. എന്നിട്ടോ? എന്നാൽ പുറത്തുവന്ന് ഈ മായയുടെ ലോകം കാണുമ്പോൾ വീണ്ടും പഴയതുപോലെ ബോഡി കോൺഷ്യസായി മാറുകയും പാപങ്ങൾ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. ഈ ഒരു ജയിലിൽ നിന്നുള്ള മോചനത്തിനാണ് നമ്മൾ രാജയോഗം ശീലിക്കുന്നത്. ശരിയാ. ഓർമ്മയുടെ യാത്രയിലൂടെ, അതായത് ആ പരമമായ ഊർജ്ജസ്രോതസ്സുമായി ബന്ധം സ്ഥാപിക്കുന്നതിലൂടെ നമ്മൾ നമ്മുടെ കർമ്മങ്ങളുടെ ഭാരം കുറയ്ക്കുന്നു. കാമക്രോധാദി വികാരങ്ങളെ കീഴടക്കി പവിത്രതയുടെ പ്രതിജ്ഞയെടുത്താൽ മാത്രമേ നമുക്ക് ഈ ഗർഭജയിലിലെ വാസം അവസാനിപ്പിച്ച് ഗർഭകൊട്ടാരത്തിലേക്ക് പോകാൻ സാധിക്കൂ. അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. അപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിലെ വികാരങ്ങളെ കീഴടക്കി ആന്തരികമായ ശുദ്ധീകരണം നടത്തിയേ മതിയാകൂ. ഇതൊരു വലിയ പ്രോജക്റ്റ് തന്നെയാണ് കേട്ടോ. അതെ, വലിയൊരു പ്രോസസ്സാണ്. ഈ അവസാന ജന്മത്തെക്കുറിച്ച് പറയുമ്പോൾ എന്റെ മനസ്സിൽ വന്ന മറ്റൊരു വലിയൊരു കൗതുകം നമ്മൾ മൊത്തം എത്ര ജന്മങ്ങൾ എടുത്തിട്ടുണ്ട് എന്നതിനെക്കുറിച്ചാണ്. നമ്മുടെ ശാസ്ത്രങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ കേട്ടിട്ടുള്ളത് മനുഷ്യർ 84 ലക്ഷം ജന്മങ്ങൾ എടുക്കുന്നു എന്നാണ്. പുല്ലായി, പുഴുവായി, മൃഗങ്ങളായി ഒക്കെ ജനിച്ചതിന് ശേഷമാണ് മനുഷ്യജന്മം കിട്ടുന്നതെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയം തോന്നും. 84 ലക്ഷം തവണ ജനിക്കുക, മരിക്കുക, വീണ്ടും ദുഃഖങ്ങൾ അനുഭവിക്കുക, ഇതൊരു അവസാനമില്ലാത്ത യാത്രയാണോ എന്ന് തോന്നിപ്പോകും. ശരിയാ, ആർക്കായാലും തോന്നും. എന്നാൽ ഈ കാര്യത്തിൽ ബാബ നൽകുന്ന വ്യക്തത ശരിക്കും വലിയൊരാശ്വാസമാണ്. ഇത് 84 ലക്ഷം ജന്മങ്ങളുടെ കണക്കല്ല, വെറും 84 ജന്മങ്ങളുടെ മാത്രം കണക്കാണ്.
ഇതൊരു കെട്ടുകഥയല്ല, മനുഷ്യചരിത്രത്തിന്റെ കൃത്യമായ കണക്കാണ്. അതെ, ശാസ്ത്രങ്ങളിൽ 84 ലക്ഷം എന്ന് പറഞ്ഞ് മനുഷ്യരെ ഭയപ്പെടുത്താൻ കാരണമുണ്ട്. മനുഷ്യർക്ക് തങ്ങളുടെ ആത്മാവിന്റെ യാത്രയെക്കുറിച്ച് യഥാർത്ഥത്തിൽ യാതൊരു അറിവുമില്ല എന്നതാണ് സത്യം. എന്നാൽ ഈ പരമമായ ജ്ഞാനം നമ്മളോട് പറയുന്നത് മനുഷ്യൻ എപ്പോഴും മനുഷ്യനായിട്ട് തന്നെയാണ് ജനിക്കുന്നത് എന്നാണ്. ഈ 5000 വർഷത്തെ ചക്രത്തിൽ പരമാവധി ഒരു ആത്മാവ് എടുക്കുന്നത് 84 ജന്മങ്ങളാണ്. സത്യയുഗം മുതൽ കലിയുഗത്തിന്റെ അവസാനം വരെയുള്ള ഒരു നാടകമാണിത്. നമ്മൾ ഇതിലെ അഭിനേതാക്കളാണ്. അപ്പോ ഈ നാടകം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ നാടകം പൂർത്തിയാകുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ തിരികെ പോകേണ്ടത് ശാന്തിധാമത്തിലേക്കാണ്. അതാണ് നമ്മുടെ ആത്മാക്കളുടെ യഥാർത്ഥമായ മധുരമായ ലോകം. അവിടെ ശബ്ദമില്ല, ശരീരമില്ല, വെറും ശാന്തി മാത്രം. അതായത് നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുമ്പോ അശരീരിയായിട്ടാണ് വന്നത്, യാതൊരു വികാരങ്ങളോ ഭാരങ്ങളോ ലഗേജുകളോ ഇല്ലാതെ. അതെ, ഫ്രീ ആയിട്ട്, വളരെ ഫ്രഷായിട്ട്. അതുപോലെ തന്നെ ഈ 84 ജന്മങ്ങളുടെ നാടകം പൂർത്തിയാവുമ്പോൾ നമ്മൾ തിരികെ പോകുന്നതും അശരീരിയായി തന്നെയായിരിക്കണം. നമ്മുടെ ഈ ശരീരബോധം, അഹങ്കാരം, വികാരങ്ങൾ ഇതെല്ലാം നമ്മൾ അണിഞ്ഞ വേഷങ്ങളാണ്. അന്തികമായ ലക്ഷ്യം നമ്മൾ ഈ ലോകത്തിലേക്ക് വരുന്നത് അനുഭവങ്ങൾ നേടാനാണ്, അല്ലാതെ ഇതിൽ കുടുങ്ങിക്കിടക്കാനല്ല. എന്നാൽ ഇതെല്ലാം കേട്ട് തലച്ചോറിൽ കുറെ വലിയ തത്വചിന്തകൾ നിറച്ചതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല, പ്രാക്ടിക്കൽ ആകണമല്ലോ. അതെ, ഈ വലിയ ജ്ഞാനവും രഹസ്യങ്ങളുമൊക്കെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെ പ്രതിഫലിക്കണം എന്നതാണല്ലോ ഏറ്റവും പ്രധാനം. ഈ തിയറി എങ്ങനെ പ്രാക്ടിക്കലാക്കാം എന്നതാണ് നാം നോക്കേണ്ടത്. അതിന് വളരെ ലളിതമായൊരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾ ഒരാൾക്ക് കുറച്ച് മധുരം കഴിക്കാൻ കൊടുത്താൽ എന്ത് സംഭവിക്കും? കുറച്ചു നേരത്തേക്ക് അവരുടെ മുഖത്ത് വലിയൊരു സന്തോഷം കാണാം. സന്തോഷിക്കും. ഒരു പക്ഷേ അവർ നിങ്ങളോട് നന്ദി പറഞ്ഞേക്കാം. എന്നാൽ നിങ്ങൾ സ്വയം മധുരമുള്ളവരായാലോ? ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങളുടെ നോട്ടം ഇതെല്ലാം മധുരമായാൽ എന്ത് സംഭവിക്കുമെന്നൊന്ന് ആലോചിച്ചു നോക്കൂ. അത് വലിയൊരു മാറ്റമുണ്ടാക്കും. അതെ, അത് കേവലം ഒരു നിമിഷത്തെ സന്തോഷമല്ല നൽകുന്നത്, മറിച്ച് നിങ്ങളുമായി ഇടപഴകുന്ന എല്ലാവർക്കും അതൊരു വലിയ ആശ്വാസമായി മാറും. നമ്മൾ സാധാരണയായിട്ട് പറയാറില്ലേ, ചിലരെ കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു പോസിറ്റീവ് എനർജി കിട്ടുമെന്ന്. അവരൊന്നും സംസാരിച്ചില്ലെങ്കിൽ കൂടി അവരുടെ സാന്നിധ്യം തന്നെ നമുക്കൊരു സമാധാനം നൽകും. ശരിയാ, എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇന്നത്തെ മുരളിയിലെ വരദാനത്തിലും അവ്യക്ത സൂചനയിലും കൃത്യമായി പറയുന്നത് ഇതിനെക്കുറിച്ചാണ്. ഇതൊരു സിദ്ധാന്തമല്ല, ഒരു യഥാർത്ഥ സേവാധാരിയുടെ, അതായത് നിസ്വാർത്ഥമായി മറ്റുള്ളവരെ സേവിക്കുന്ന ഒരാളുടെ മുഖത്ത് അവർ സ്വരൂപിച്ചു വെച്ചിട്ടുള്ള ആത്മീയ സമ്പത്തിന്റെ തിളക്കം നമുക്ക് കാണാൻ കഴിയും. അല്ലാതെ അവർക്ക് നമ്മളോട് കൃത്രിമമായി ചിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ആത്മീയമായ തിളക്കം അവരുടെ ഉള്ളിലെ യഥാർത്ഥ അവസ്ഥയുടെ പ്രതിഫലനമാണ്. അവരുടെ മുഖം തന്നെ ഈ ലോകത്തിനുള്ള ഒരു സന്ദേശമായി മാറുമല്ലേ? തീർച്ചയായും. അവരുടെ നയനങ്ങളിലും മസ്തകത്തിലും എപ്പോഴും ആ ഈശ്വരീയമായ ലഹരി പ്രകടമാകും. അവരൊരിക്കലും സമയവും തങ്ങളുടെ സങ്കല്പങ്ങളും വെറുതെ പാഴാക്കില്ല. മഹാനാകുന്നതിനു വേണ്ടി അവരെപ്പോഴും മധുരതയുടെയും വിനയത്തിന്റെയും ഗുണങ്ങളാണ് ജീവിതത്തിൽ പകർത്തുക. സദാ മധുരമായ ദൃഷ്ടി, വാക്കുകൾ, കർമ്മങ്ങൾ എന്നിവയിലൂടെ അവരെല്ലാവരെയും സന്തുഷ്ടരാക്കും. നമ്മൾ എത്രത്തോളം അറിവ് നേടിയെന്നത് പ്രധാനമല്ല, ആ അറിവ് നമ്മളെ എത്രത്തോളം വിനയമുള്ളവരും സ്നേഹമുള്ളവരുമാക്കി മാറ്റി എന്നതാണ് പ്രധാനം. അതാണ് യഥാർത്ഥ പ്രായോഗിക ആത്മീയത. നമ്മൾ എന്തു പഠിക്കുന്നു എന്നതിനേക്കാൾ ആ പഠനം നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സ്വഭാവത്തെ എങ്ങനെ മാറ്റുന്നു എന്നതാണ് പ്രധാനം. ഈ ചർച്ചയുടെ തുടക്കം മുതൽ നമ്മൾ വളരെ ഗഹനമായ ഒരുപാട് കാര്യങ്ങൾ പരിശോധിച്ചു. അതെ, ആത്മാവും ശരീരവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി, ആ ഒരു ഡ്രൈവറും വാഹനവും എന്ന ഉദാഹരണത്തിലൂടെ എവിടെയാണ് തകരാറ് സംഭവിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. പരമാത്മാവ് എങ്ങനെയാണ് ഒരു മാധ്യമത്തിലൂടെ, അതായത് ബ്രഹ്മാവിലൂടെ ഈ ജ്ഞാനം നൽകുന്നതെന്നും അതിലെ വേദനകൾ ആർക്കാണ് അനുഭവിക്കേണ്ടി വരുന്നതെന്നും ക്രിസ്തുവിന്റെ ഉദാഹരണത്തിലൂടെ നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കി. 5000 വർഷത്തെ ഈ വലിയ കാലചക്രത്തിൽ ഒരു ഫുൾ ചാർജുള്ള ബാറ്ററി എങ്ങനെയാണ് പതിയെ പതിയെ ഡ്രെയിനായി ഇരുമ്പുയുഗത്തിലേക്ക് എത്തുന്നതെന്നും നമ്മൾ ചർച്ച ചെയ്തു. പിന്നീട് ഈ 84 ലക്ഷം എന്ന ഭയപ്പെടുത്തുന്ന സംഖ്യയ്ക്കു പകരം 84 ജന്മങ്ങളുടെ മാത്രം കണക്ക് മനസ്സിലാക്കി. എങ്ങനെ രാജയോഗത്തിലൂടെ നമ്മുടെ ഉള്ളിലെ വികാരങ്ങളെ കീഴടക്കി ഗർഭജയിലിൽ നിന്ന് ഗർഭകൊട്ടാരത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കാം എന്നും നമ്മൾ കണ്ടു. ശരിയാ. ഒടുവിൽ
ഈ അറിവുകളെല്ലാം പ്രായോഗിക ജീവിതത്തിൽ മറ്റുള്ളവരോടുള്ള നമ്മുടെ മധുരമായ പെരുമാറ്റമായി എങ്ങനെ മാറണം എന്നും നമ്മൾ ഉൾക്കൊണ്ടു. ഈ അറിവുകൾ നമ്മുടെ മുന്നിലുള്ള ഒരു കണ്ണാടിയാണ്. നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്താനുള്ള ഒരു അവസരമാണിത്. ഈ ലോകം മാറണമെങ്കിൽ ആദ്യം നമ്മൾ സ്വയം മാറണം. നമ്മുടെ ഉള്ളിലെ ബോധം മാറണം. അതുകൊണ്ട് തന്നെ ഈ ആഴത്തിലുള്ള ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി ഞാൻ നൽകുകയാണ്. ബാബ പറയുന്നത് നമ്മുടെ മുഖം നമ്മുടെ ആന്തരിക സമ്പത്തിന്റെ കണ്ണാടിയാണെന്നാണ്. നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതാണ് നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കുന്നത്. തീർച്ചയായും. അങ്ങനെയാണെങ്കിൽ ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകൾ അടച്ച് സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ. ഇപ്പോൾ നിങ്ങളുടെ മുഖം ഈ ലോകത്തോട് നിശബ്ദമായി എന്താണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ യഥാർത്ഥ ആത്മീയ ഖജനാവിന്റെ അവസ്ഥ എന്താണ്? അതൊരു നിറവേറിയ ഖജാനാവാണോ? സ്നേഹവും ശാന്തിയും നിറഞ്ഞതാണോ? അതോ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിറയ്ക്കേണ്ടതുണ്ടോ? ഇതേക്കുറിച്ച് ഇന്ന് മുഴുവനൊന്ന് ആഴത്തിൽ ചിന്തിക്കുക. നിങ്ങളുടെ ഉള്ളിലെ ആ യഥാർത്ഥ ശക്തിയെ കണ്ടെത്തുക. ഓം ശാന്തി.